CPM-മായി ബന്ധപ്പെട്ട ഒരു സംഭവം എടുത്ത് അതിലാവശ്യത്തിലധികം സാങ്കല്പികത കൂട്ടിച്ചേർത്ത് ഒരു വാർത്ത പോലെയാക്കി കയ്യിലുള്ള ദിനപത്രത്തിലൂടെയും ചാനലിലൂടെയും പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് പലപ്പോഴും മനോരമയുടെ രീതി. സ്വാഭാവികമായും മനോരമ പോലെയുള്ള ഒരു മാധ്യമം പ്രചരിപ്പിക്കുന്ന സംഭവമായതുകൊണ്ട് തന്നെ വാർത്തയിൽ സത്യമുണ്ട് എന്ന് കരുതി ജനങ്ങൾ ഏറ്റെടുത്തിരുന്ന ഒരു സമയമുണ്ടായിരുന്നു, വർഷങ്ങൾക്ക് മുൻപ്. പക്ഷേ ഇപ്പോൾ മനോരമ മാത്രമല്ല ഈ കേരളത്തിൽ വാർത്താ മാധ്യമമായുള്ളത്. അതുമാത്രമല്ല, മനോരമയുടെ തെട്ടൂരത്തിനനുസരിച്ച് സഹകരിച്ചു പോകുന്ന ഒന്ന് രണ്ട് മാധ്യമങ്ങൾ ഒഴിച്ചാൽ മറ്റെല്ലാവരും സ്വതന്ത്ര നിലപാടെടുക്കുന്ന മാധ്യമങ്ങളാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മനോരമയുടെയും അവർ സപ്പോർട്ട് ചെയ്യുന്ന UDF-ൻ്റെയും കേരള ഭരണം പിടിക്കുക എന്ന പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുന്നത്. മനോരമ കള്ളം പറയാറുണ്ടോ? മനോരമ പോലെയുള്ള ഒരു മാധ്യമം കള്ളം പറയുകയോ? ഒരിക്കലുമില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കള്ളം തന്നെ എന്ന് തോന്നിക്കാവുന്ന, ഒറ്റനോട്ടത്തിൽ കള്ളമാണെന്ന് പറയാൻ കഴിയാത്ത നിരവധി വാർത്തകൾ മനോരമയിൽ കാട്ടിത്തരാം. ഇത്തരത്തിലുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ചാണ് ഒരു കാലത്ത് മനോരമ തൻ്റെ ഒന്നാം സ്ഥാനം നിലനിർത്തിയത് എന്ന് പറഞ്ഞാൽ അതിലൊരിക്കലും തെറ്റു പറയാൻ കഴിയില്ല. 2023 ഒരു സംഭവം ഒന്ന് ഓർമ്മിപ്പിക്കാം. 2023 ജനുവരി 23 മനോരമ ദിനപത്രത്തിൽ ഒരു വാർത്തയുണ്ട്. വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ആ വാർത്ത മനോരമ കൊടുത്തിരിക്കുന്നത്. കാരണം ആ വാർത്തയിൽ TP വധക്കേസ് പ്രതികളുടെ കാര്യം കടന്നു വരുന്നുണ്ട്. സ്വാഭാവികമായും TP വധക്കേസ് എന്ന വിഷയം എടുത്താൽ അത് CPM-നെതിരെ ഉപയോഗിക്കാവുന്ന ആയുധമായി കണക്കുകൂട്ടുന്നൊരു മാധ്യമമാണ് ഈ പറയുന്ന മനോരമ. അന്ന് മനോരമ നൽകിയ വാർത്ത ഇതാണ്: TP വധക്കേസ്, ഒന്നാം പ്രതിയുടെ സെല്ലിനരികെ ഫോണും കഞ്ചാവും. സ്വാഭാവികമായും ഞെട്ടുന്ന വാർത്ത തന്നെയാണ്. വാർത്തയുടെ തലക്കെട്ട് കണ്ട് പലരും ഞെട്ടുകയും ചെയ്തു. വാർത്തയുടെ താഴോട്ട് വായിച്ചു നോക്കൂ. ഒന്നാം പ്രതിയുടെ സെല്ലിനോട് ചേർന്ന് പാർപ്പിച്ചിട്ടുള്ള ആലപ്പുഴ സ്വദേശിയും ഗുണ്ടാ നേതാവുമായ രാംകുമാറിൻ്റെ സെല്ലിൽ നിന്നാണ് ഫോണും കഞ്ചാവും കിട്ടിയത്. ഇനി ആ തലക്കെട്ടൊന്നുകൂടി വായിച്ചു നോക്കൂ. TP വധക്കേസ് പ്രതിയുടെ സെല്ലിനരികെ എന്നാണല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ മനോരമ കള്ളം പറഞ്ഞോ? ഒരിക്കലും മനോരമ കള്ളം പറഞ്ഞിട്ടില്ല. അരികെ എന്ന വാക്ക് നിങ്ങൾ നേരത്തെ കാണാത്തതിന് പത്രം എന്ത് പിഴച്ചു? മനോരമ ഒരിക്കലും കള്ളം പറയാറുമില്ല. മനോരമ കള്ളം എഴുതാറുമില്ല. ഹെഡിങ്ങിൽ ഒന്നെഴുതി ഉള്ളടക്കത്തിൽ മറ്റൊന്ന് പറയുമ്പോൾ അത് കള്ളമാണോ എന്ന് ചോദിച്ചാൽ മനോരമയെ സംബന്ധിച്ച് അത് കള്ളമല്ല. ഇക്കൂട്ടത്തിലാണ് മറ്റൊരു വാർത്ത പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്. ഒരു 2 മാസം മുൻപ് മനോരമ ഓൺലൈനിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. അതൊരു ഇലക്ഷൻ സംബന്ധമായ വാർത്തയായിരുന്നു. അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട BJP നേതാക്കൾ എവിടെയൊക്കെ സ്ഥാനാർത്ഥികളായി വരും എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു സ്റ്റോറി. വളരെ ആധികാരികമായി ഡാറ്റകൾ വെച്ചെഴുതിയ ആ സ്റ്റോറി പറയുന്നത് എങ്ങനെയാണ്: ശോഭാ സുരേന്ദ്രനെ കായംകുളത്തും വി മുരളീധരനെ ആറ്റിങ്ങലിലും കെ സുരേന്ദ്രനെ കഴക്കൂട്ടത്തും മത്സരിപ്പിച്ച് നേട്ടം കൊയ്യാൻ BJP ഒരുങ്ങുന്നു. അതിനുശേഷം സ്റ്റോറി തുടരുകയാണ്. ഇതിനെന്താ കുഴപ്പമെന്നാകും പല BJP പ്രവർത്തകരും ചോദിക്കുന്നത്. സാധ്യതകളാണ് മനോരമ എഴുതിയിരിക്കുന്നത്. പിന്നെന്താ പ്രശ്നം? പ്രശ്നമുണ്ട് ചേട്ടാ. ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് മത്സരിക്കുന്നതിൽ കുഴപ്പമില്ല. കഴക്കൂട്ടത്ത് കെ സുരേന്ദ്രൻ മത്സരിക്കുന്നതിലും കുഴപ്പമില്ല. പക്ഷേ വി മുരളീധരൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിക്കുന്നതിൽ പ്രശ്നമുണ്ട്. പ്രശ്നം വേറൊന്നുമല്ല, ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലം ഒരു സംവരണ മണ്ഡലമാണ്. വി മുരളീധരന് ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധിക്കില്ല. സ്വാഭാവികമായും മനോരമ പോലെയുള്ള ഒരു മാധ്യമം ഇത്തരത്തിലുള്ള ഒരു വലിയ നുണ എഴുതി വിടുമ്പോൾ വിശ്വസിക്കുന്നവർ ഒരുപാടുണ്ടാകും. പിന്നീട് തെറ്റ് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് മനോരമ തിരുത്തിയിട്ടുണ്ട്. പക്ഷേ ഫേസ്ബുക്കിലെ ആ പോസ്റ്റിൻ്റെ എഡിറ്റ് ഹിസ്റ്ററിയിൽ ആ തെറ്റ് അതുപോലെ തന്നെ ഇപ്പോഴും കിടപ്പുണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന ഇതാണ്: ഇത്തരത്തിലുള്ള കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മനോരമ കേരളത്തിൽ CPM-നെതിരെ ഒരു വലിയ സിൻഡിക്കേറ്റായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിലെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകന് ലഭിച്ച ED-യുടെ സമൻസ്. വലിയ കാര്യമായി മനോരമ അത് അവതരിപ്പിച്ചെങ്കിലും ഇപ്പോൾ മനോരമയുടെ സ്റ്റാഫുകൾക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണ്. മറ്റു മാധ്യമ പ്രവർത്തകർ തന്നെ മനോരമയെ തൊലി ഉരിച്ചു വിടുമ്പോൾ കാലം മാറിപ്പോയി എന്ന് മനോരമയും അതുപോലെ മനോരമയെ താങ്ങി ഭരണം പിടിക്കാൻ ശ്രമിക്കുന്ന UDF-ഉം മനസ്സിലാക്കണം. ഇവിടെ പ്രേക്ഷകർ ഇന്നത്തെ വാർത്ത ശ്രദ്ധിച്ചു. ഇന്ന് ഒരു പത്രം കൊണ്ടുവന്നൊരു വാർത്ത ഇന്ന് പൊളിഞ്ഞടുങ്ങുന്ന കാഴ്ചയിൽ നമ്മൾ കണ്ടത്. എന്തായിരുന്നു അത്? ED-യുടെ സമൻസ്. പത്രം റിപ്പോർട്ട് ചെയ്തത് ലൈഫ് മിഷൻ കേസുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകനെ ED ഒരു സമൻസ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 2023 വന്ന സമൻസാണ്. ഇന്ന് അതേ പത്രത്തിൽ അതേ ചാനലിനും എല്ലാ മാധ്യമങ്ങൾക്കും പറയേണ്ടി വന്നിരിക്കുന്നു ED അന്ന് സമൻസ് അയച്ചത് ലൈഫ് മിഷൻ കേസിലല്ല,
പകരം അയച്ചിരിക്കുന്നത് ലാവ്ലിൻ കേസിലാണ്. അതാണ് അതിലും വിചിത്രമായ കാര്യം. ലാവ്ലിൻ കേസ് നടക്കുന്ന സമയത്ത്, അഥവാ ലാവ്ലിൻ ഇടപാട് നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് വിജയന്റെ പ്രായം എന്ന് പറയുന്നത് 10-11 വയസ്സ് മാത്രമാണ് ആ സമയത്ത് എന്ന് നിർമ്മിക്കണം. അതിനുശേഷമാണ് ലാവ്ലിൻ കേസ് രജിസ്റ്റർ ചെയ്ത വർഷങ്ങൾക്കിപ്പുറം ബർമിംഗ്ഹാമിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ലാവ്ലിന്റെ ഇടനിലക്കാരനായിരുന്ന ഒരാൾ ഇയാൾക്ക് സെക്യൂരിറ്റി നിന്നു എന്നതാണ് അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വാർത്ത. അന്ന് വന്ന വാർത്തയാണ്. ആ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോ ED സമൻസ് കൊടുത്തിരുന്നത്. 2023 സമൻസ് കൊടുത്തിരുന്നത്. സമൻസ് വിവേക് കൈപ്പറ്റിയോ? ഇല്ലല്ലോ. സമൻസ് കൊടുത്തത് വിവേകിന്റെ ഏത് അഡ്രസ്സിലാണ്? ക്ലിഫ് ഹൗസിലെ അഡ്രസ്സിൽ വിവേക് താമസിച്ചിരുന്നില്ലല്ലോ. എന്നിട്ടും ക്ലിഫ് ഹൗസിലെ അഡ്രസ്സ് എന്ന മട്ടിൽ ഒരു സമൻസ് കൊടുത്തുവെന്നും ആ സമൻസ് കൈപ്പറ്റാതെ EDക്ക് തിരിച്ചുപോയി എന്നും ED പിന്നീട് ആ കേസിൽ ഒരു തുടർനീക്കവും നടത്തിയിട്ടില്ല എന്നുള്ളതുമല്ലേ വാസ്തവം. എന്താണ് ലാവ്ലിൻ കേസിന്റെ വാസ്തവം? 2017 ഹൈക്കോടതി എഴുതിത്തള്ളിയ കേസ് സുപ്രീം കോടതിയിൽ CBI അപ്പീൽ പോയി 10-38 തവണ CBI അഭിഭാഷകൻ ഹാജരാവാതെ ഒളിച്ചു കളിച്ചുകൊണ്ടിരിക്കുന്ന കേസല്ലേ. അതിൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ചതിൽ നിന്ന് ഒരു തെളിവിന്റെ കണികയെങ്കിലും CBI സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടോ? നാളിതുവരെ 2017 CBIയുടെ കോടതി വെറുതെ വിട്ട പിണറായി വിജയനെ ഹൈക്കോടതിയും വെറുതെ വിട്ടു. എന്നിട്ടും പിണറായി വിജയനെ വെറുതെ വിട്ടില്ലെന്ന് മാത്രമല്ല, പിണറായി വിജയന് പകരം പിന്നീട് പിണറായി വിജയന്റെ മകളെ CMRL എക്സാലോജിക്ക് കേസിൽ കുടുക്കാൻ നോക്കി. അത് നടക്കാതെ വന്നപ്പോൾ ലാവ്ലിൻ കേസിൽ ഇനി മുഖ്യമന്ത്രിയുടെ മകനെ, ഇതുവരെയും നമ്മൾ ഈ മകൻ വിവേകിന്റെ പേര് ഒരിടത്തും വലിച്ചിഴച്ച് കേട്ടിട്ടില്ല, മകന്റെ പേരിൽ കൂടി ഇപ്പോൾ ഒരു കേസ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കൂ. ED ഒരു കേസ് എടുക്കണമെങ്കിൽ ഒരു പ്രിഡിക്കമെന്റ് ഒഫൻസ് അവിടെ വേണം. ECIR ED ഇടുന്നത് 2021 ഏത് കേസിലാണെന്നറിയാമോ? 2006 ക്രൈം നന്ദകുമാർ കൊടുത്ത കേസിൽ 15 വർഷത്തിനു ശേഷം 2021 തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുമ്പ് ED ഒരു ECIR ഇടുക. ആ ECIR നിയമപരമായി നിലനിൽക്കുമോ എന്നൊരു ചോദ്യം മുന്നിലുണ്ട്. കാരണം 2017 അതിന്റെ പ്രെഡിക്കമെന്റ് ഒഫൻസ് ആയിട്ട് ലാവ്ലിൻ കേസ് ഹൈക്കോടതി തീർപ്പാക്കി. ആ വിഷയത്തിലാണ് ED ഒരു ECIR ഇട്ടിരിക്കുന്നത്. ആ ECIRനെ തുടർന്നാണ് കത്ത് കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഇതടക്കം വലിയ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിക്കൊണ്ടാണ്. ഇതിന്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, സർക്കാരിനെതിരെ സമരം ചെയ്യാനുള്ള ഒരു വിഷയം തപ്പി നടക്കുകയായിരുന്നു പ്രതിപക്ഷം. കൊണ്ടുവന്ന എല്ലാ പ്രധാനപ്പെട്ട സമരങ്ങളുടെയും മുനയിടിഞ്ഞു പോകുന്നതാണ് കണ്ടത്. രണ്ടാം ടേം 10 വർഷം ഈ സർക്കാർ പൂർത്തിയാക്കുമ്പോൾ ഒന്നാം പിണറായി സർക്കാരിലോ രണ്ടാം പിണറായി സർക്കാരിലോ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം ഏതെങ്കിലും കോടതി സമക്ഷം തെളിയിക്കാൻ ഈ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. അന്വേഷണ ഏജൻസി പോകട്ടെ, കോടതിയുടെ മുൻപിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ, വിജിലൻസിന്റെ മുന്നിൽ, ഇനി കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ മുന്നിൽ ഏതെങ്കിലും ഒരു മന്ത്രി ഏതെങ്കിലും ഒരു അഴിമതി ചെയ്തു, ഒരു കുറ്റം ചെയ്തിരിക്കുന്നുവെന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. എത്രയെത്ര കേസുകൾ നമ്മൾ കണ്ടു. നോക്കൂ, ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അതാണ്. അർത്ഥസത്യങ്ങളെ പൂർണ്ണ അസത്യങ്ങളാക്കി മാറ്റുകയും പൂർണ്ണ സത്യങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു ചെപ്പടി വിദ്യ കുറേ കാലങ്ങളായി നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ കുറേ കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് CMRL എക്സാലോജിക്ക് പണമിടപാടുമായി ബന്ധപ്പെട്ട കേസ്. ഇന്ന് ആ കേസിന്റെ അവസ്ഥ എന്താണ്? ആ കേസിൽ SFIO അന്വേഷണം നടക്കുകയാണ് ഒരു പരിധി. എത്ര നാളായി അന്വേഷണം തുടങ്ങിയിട്ട് എന്നുള്ളത് പ്രേക്ഷകർ ഓർമ്മിക്കണം. ഇതിലെ ED അന്വേഷണത്തിന്റെ വരവ്, ഇതുമായി ബന്ധപ്പെട്ട് ഈ CMRL എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് അന്വേഷണം വേണമെന്നുള്ള മാത്യു കുൽനാടന്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള ഹർജികൾ, അത് ആദ്യം വിജിലൻസ് കോടതി തള്ളി, പിന്നീട് ഹൈക്കോടതി തള്ളി, അതിനുശേഷം സുപ്രീം കോടതിയും തള്ളി. അതും ഇല്ലാതെ പോയി. ചെമ്പിൽ സ്വർണം കടത്തിയ വാർത്ത നമ്മൾ ചർച്ച ചെയ്ത ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എങ്ങും എത്താതെ പോയി. ഖുറാനിൽ സ്വർണം കടത്തിയത് എങ്ങും എത്താതെ പോയി. എന്തിനേറെ ഈന്തപ്പഴത്തിൽ സ്വർണം കടത്തി എന്നുള്ളത് എങ്ങും എത്താതെ പോയി. ഇപ്പോൾ ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോകുന്നത്. ആര് കട്ടു? ഉദ്യോഗസ്ഥരാണ് നിലവിൽ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അർത്ഥസത്യങ്ങളെ പൂർണ്ണ സത്യങ്ങളായി അവതരിപ്പിക്കുന്ന ഒരു ചെപ്പടി വിദ്യയും പ്രചരണ രീതിയും നമ്മൾ കാണുന്നുണ്ട്. അത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. സത്യം അറിയാനുള്ള എല്ലാ അവകാശവും ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അത് സ്വർണ്ണക്കടത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, സ്വർണം മോഷ്ടിച്ചതിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, യഥാർത്ഥത്തിൽ ഉത്തരവാദികളായവരെ പുറത്തു കൊണ്ടുവരിക എന്നത് തന്നെയാണ് വേണ്ടത് എന്നതാണ് എൻ്റെ പക്ഷം. തുടർച്ചയായി സർക്കാരിനെതിരെ സമരങ്ങൾ തുടങ്ങുമ്പോൾ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസ് എങ്ങനെയാണ് പ്രതിപക്ഷം ഒരു ആയുധമാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു രീതിയും അതിൻ്റെ ഒരു യുക്തിയില്ലായ്മയും നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം എന്താണ്? ഇതിൽ ആരാണോ സ്വർണം കട്ടത് അവരെ പിടികൂടുക എന്നുള്ളതാണ്. ഇതിൽ പ്രതിപക്ഷം ആദ്യം പറഞ്ഞു CBI അന്വേഷണം ആവശ്യമാണ് എന്ന് പറഞ്ഞു. CBI അന്വേഷണം ആവശ്യമാണെന്ന് പറഞ്ഞ് നിയമസഭയിൽ തുടർച്ചയായിട്ട് അവർ പ്രതിഷേധമുണ്ടാക്കി. ആ സമയത്ത് ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധി വന്നു. ഒരു SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ SIT രൂപീകരിച്ച് അന്വേഷണം തുടങ്ങുമ്പോൾ അത് CBIക്ക് വിടണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. CBI എന്നു മുതലാണ് ഈ പ്രതിപക്ഷം വിശ്വസിച്ചു തുടങ്ങിയത്. CBIയെക്കുറിച്ച് ഈ പ്രതിപക്ഷത്തിൻ്റെ ദേശീയ തലത്തിലെ നേതാക്കളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ CBI അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണോ നാളെ അവർ ഈ പ്രതിഷേധം നടത്താൻ പോകുന്നത്? അതാണ് ഇതിലെ യുക്തിയില്ലായ്മ. കോടതിയുടെ മേൽനോട്ടത്തിൽ SITയുടെ അന്വേഷണം നടക്കുമ്പോൾ എങ്ങനെയാണ് സഭ കൂടി CBI അന്വേഷണം വേണമെന്ന പ്രമേയം പാസ്സാക്കാൻ കഴിയുക?
കോടതിയുടെ നിർദ്ദേശാനുസരണം ഒരു അന്വേഷണം പാതി വഴിയിൽ നിൽക്കുമ്പോൾ അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ വരുന്നതിന് മുൻപ് എങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരിഗണിക്കാൻ കഴിയുക? യുക്തിസഹമായ ഒരു ആവശ്യമായിരുന്നു അത്. അതാണ് എൻ്റെ ചോദ്യം. ഇനി മുഖ്യമന്ത്രി പറയുന്നത് പോലെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ ആ അന്വേഷണത്തിൽ തൃപ്തിയില്ലെങ്കിൽ, ഈ അന്വേഷണം ചിലരെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നിന്ന് അന്വേഷണ റിപ്പോർട്ട് വന്നതിനു ശേഷം CBI അന്വേഷണം ആവശ്യപ്പെടുന്നതല്ലേ അതിന്റെ യുക്തി? എന്തുകൊണ്ടാണ് അത് ചെയ്യാതെ പോയത്? അതാണ് ഒന്ന്. 2, ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്നുള്ളതാണ് ആവശ്യം. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കെതിരെ കോടതിയുടെയോ ദേവസ്വം വിജിലൻസിന്റെയോ എന്തെങ്കിലും പരാമർശമുണ്ടോ? ഏതെങ്കിലും ഒരു പരാമർശം ഈ ദേവസ്വം മന്ത്രിക്കെതിരെയുണ്ടോ?